ഹലോ ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ തുണി മടക്കാനുണ്ട് കേട്ടോ. വയ്യായികയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തുണി മടക്കലൊന്നുമില്ലേ. കുറേ തുണി അടക്കിയിട്ട് ഉണ്ണിക്കുട്ടൻ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അടക്കി കൊടുത്ത് മാത്രമേ ഉള്ളൂ. ഉണ്ണിക്കുട്ടനായിട്ട് വിരിച്ചിടലും എല്ലാം. അപ്പൊ തുണി മടക്കാനുണ്ട്. അപ്പൊ വിചാരിച്ചു മെല്ലെ രണ്ടുപേരും കൂടി മടക്കി വെച്ചാൽ അന്നൊന്ന് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ പണിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഉണ്ണിക്കുട്ടന് പാത്രം കഴുകാനുണ്ടേ. കുറേ പാത്രം കഴുകാറുണ്ട്. ടേബിളെല്ലാം മൊത്തത്തിൽ നാശമായി കിടക്കുവാണ് കേട്ടോ. നക്കിയിടാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അല്ലേ സോനു? ക്യാമറമാൻ സോനുവിനൊപ്പം ജോസഫ് എന്റെ ഫസ്റ്റത്തെ വീഡിയോയിൽ അതായിരുന്നു. ക്യാമറമാൻ ഷിനാജിനോടൊപ്പം എന്റെ കാക്ക. ക്യാമറമാൻ സോനുവിനോടൊപ്പം ക്യാമറമാൻ ശ്യാമിലിനോടൊപ്പം സൗമ്യ ശ്രീജിത്ത് ആൻഡ് അർജുനേഷ്. ചാനലിന്റെ ഓണർ കിടക്കുന്നു. ചാനലിന്റെ ഓണർ അവിടെ കിടക്കുന്നു. ചാനൽ എപ്പോഴാണോ ഈ ചെറുക്കൻ തിരിച്ചു വയ്ക്കുന്നത് എനിക്കറിയാൻ മേല. നീ എന്റെ ചാനലിൽ നിന്ന് പുറത്താക്കുവോ? എന്നെ പുറത്താക്കുവോ? നാളത്തേക്ക് ലോങ് വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. ഉണ്ണിക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു പണിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിക്ക് അന്നേരം ഉറക്കം വരും. അതുള്ളതാ ഉണ്ണിക്ക്. ഉണ്ണിക്ക് ഇച്ചിരി ഉറക്കം വരുമ്പോ കൂടുതലാ. അതുകൊണ്ടാണെങ്കിൽ പാവ ഉറക്കം വരുന്നില്ല. അല്ലെ കുഞ്ഞാ? കൊറേ തുണിയുണ്ട് കേട്ടോ. കൊറേ തുണികളുണ്ട്. വയ്യാതെ വന്നേപ്പിന് തുണി അടക്കിയിട്ടില്ല കേട്ടോ. ഇന്നാണ് തുണി അടക്കിയത്. ഉണ്ണിയാണ് ഇന്നെല്ലാം. ഉണ്ണിക്ക് ഗാനമേള നടത്തണം. ഗാനമേള ഉണ്ണിയുടെ ഗാനമേളയായിട്ട് ഞാൻ ഒരു ദിവസം വരുന്നതായിരിക്കും. പക്ഷെ എനിക്ക് സ്ട്രൈക്ക് അടിക്കുമെന്ന് പേടിച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ണി ഭയങ്കര ഞങ്ങളെ പാട്ടും ഡാൻസ് ഒക്കെയാണ്. അതൊന്നും അറിഞ്ഞില്ല. അത് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളുടെ ട്യൂഷൻ സെന്ററിലെ ലാസ്റ്റ് ഡേ നാളെ, എക്സാം ഡേ. പേരൻസിനൊക്കെ വരാൻ പറ്റും. ജൂൺ 2 ഡേ. നമ്മളെ സോനു പാട്ട് പാടുന്നതായിരിക്കും. സോനു അടിപൊളി പാട്ടുകാരനാണ് കേട്ടോ. കൊടുക്കടാ ഫോണ്. മടക്കി കഴിഞ്ഞു കേട്ടോ. പാട്ടുകാരൻ ഹെഡ്സെറ്റ് എടുക്കാൻ വേണ്ടി പോയേക്കോടെ ഇട്ടു ആണ് തുടങ്ങുന്നത്. ഉണ്ണിക്കുട്ടിന് ഇവിടെ ഉണ്ട്. ഉണ്ണി സൗണ്ട്. ഉണ്ണിക്കുട്ടിന് ഇനി അടുത്ത പാട്ട് പാടുന്നതായിരിക്കും. സോനു പാടി കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ വിശേഷമാണ് കേട്ടോ. ചാനലുകാരാ വീഡിയോ ഇട്ടോട്ടെ. ഇട്ടോളാൻ പറഞ്ഞു അതുട്ടി. അപ്പൊ എന്തായാലും വീഡിയോ ഇടും കേട്ടോ. ഉണ്ണിയെ സൗണ്ട് കുറയ്ക്ക. ഉണ്ണീനോട് സൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞു പാട്ടിന്റെ. റെഡി 1 2 തുടങ്ങിയോ? പാടുവാണോ? വെള്ളോളം തരി പൊന്നന്തിന തനി തഞ്ചാവൂരി പട്ടുന്തിന കൺവണ്ടിളിയണ പട്ടു തിളങ്ങണ ചന്ദനിനക്കാരി കണ്ടു കൊതിച്ചവർ ചെണ്ടും കൊണ്ടെന്നും പണ്ട് പണ്ടേ കരക്കാടി വണ്ടി പോലെ കരപ്പാടി. തുടങ്ങിയോ? മലക്കാതിൽ കൺമലനില്ലേലും ആരാരും കണ്ണു വെച്ചു പോകും കന്നിക്കതിരാണേ. കണ്ണുമുള്ളു പോലെ മുള്ളുകളല്ലേലും ആളോരെ പള്ളിലവളുടെ കണ്ണാണേ. വെള്ളോളം തരി പൊന്നന്തിന തനി തഞ്ചാവൂരി പട്ടന്തിന തങ്കം തെളിയണ പട്ടു തിളങ്ങണ ചന്തം നിനക്കാടി കൊതിച്ചവർ ചെണ്ടും കൊണ്ടെന്നും പണ്ടുപോലെ മറക്കാടി വണ്ടുപോലെ കരക്കാടി.
എള്ളോളം തരി പൊന്നന്തിന തനി തഞ്ചാവൂര് പട്ടന്തിന തങ്കം തെളിയണ പട്ടു തിളങ്ങണ ചന്തം നിനക്കാടി കണ്ടു കൊതിച്ചവർ ചെണ്ടും കൊണ്ടെന്നും പണ്ടു പണ്ടേ കരക്കാടി വണ്ട് പോലെ കരക്കാടി കല്ലുമാലക്കാതിൽ കമ്മലതില്ലേലും ആരാരും കണ്ണു വെച്ചു പോകും കന്നിക്കതിരാണേ കള്ളിമുള്ളു പോലെ മുള്ളുകളല്ലേലും ആളോരെ കള്ളിയവളുടെ നുള്ളൊരു മുള്ളാണേ എള്ളോളം തരി പൊന്നന്തിന തനി തഞ്ചാവൂരി പട്ടന്തിന തങ്കം തെളിയണ പട്ടു തിളങ്ങണ ചന്തം നിനക്കാടി കൊതിച്ചവർ ചെണ്ടും കൊണ്ടെന്നും പണ്ടു പണ്ടേ കറക്കാടി വണ്ടു പോലെ പറക്കാടി എന്തുപറ്റി? കരോക്കെ ആ കരോക്കെ ആയിട്ടോ. അപ്പൊ ഇത് വെച്ച് നിന്ന് പോയിട്ടുണ്ട്. അതിന്റെ മ്യൂസിക് ഗായകൻ സോനുവിന്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അർജുനേസ് വരുന്നതായിരിക്കും. ഇനി അർജുനായിരിക്കും പാടുന്നുണ്ട്. ഞങ്ങൾ വൈകുന്നേരത്തെ കാണുന്നില്ല, വൈകുന്നേരത്തെ ചെറിയൊരു വിശേഷമൊക്കെ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇവന്മാരെ കൊണ്ട് ഒന്ന് പാട്ട് പഠിപ്പിച്ചതാണേ. ലോങ് വീഡിയോ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? വീഡിയോ കുറേ ദിവസമായിട്ടൊക്കെ ഇല്ലാതിരിക്കുമല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടേന്ന് വിചാരിച്ച് ചാനലിൻ്റെ ഓണർ അവിടെ കിടന്ന് ചിരിക്കുന്നുണ്ട്. ഭയങ്കര ചൂടാട്ടോ ഇങ്ങോട്ട്. വായോ ഓടി വാ, വൈൻഡപ്പ് ചെയ്യണം. വാ ഉണ്ണി. രണ്ടവന്മാരിരുന്ന് ഫോൺ തപ്പലോ ഫോൺ തപ്പലോന്ന് രണ്ടു പേരിരുന്നിട്ട് പാട്ട് തപ്പലായിരുന്നു കേട്ടോ. ഇവിടെ എനിക്ക് രണ്ട് ചെറുക്കന്മാരുണ്ട്. രണ്ടും ഒന്നിനൊന്നിനും മെച്ചം കേട്ടോ. കണ്ടോ, രണ്ടും അതെ. ഒന്നൊന്നിനും മെച്ചം, ഒന്നൊന്നിനും മെച്ചം. രണ്ടും മെച്ചാണ്. സോനുവും മെച്ചാണ്, ഉണ്ണിയും മെച്ചാണ്. രണ്ടുപേരും കൂടി അങ്ങനെ ചേർന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ബുദ്ധിമാനെ വേറൊരു ബുദ്ധിമാനെ കണ്ടുപിടിക്കാനുള്ള കഴിവ്. ഓ, ഇതൊരു വല്ലാത്ത ബുദ്ധിയായി പോയി രണ്ടുപേരുടെ. അല്ല സോനു? അടുത്തൊരു വലിയൊരു ബുദ്ധിമാൻ അവിടെ കടന്നു ചിരിക്കുന്നു. അതൊരു വലിയ ബുദ്ധിമാനാണ്, ചെറുതൊന്നും അല്ല. ഇവിടെ വാടാ, ഇവിടെ വാ. ഇങ്ങനെ ചിരിക്കുന്ന ഊട്ടിക്കൊട്ടനെ കണ്ടിട്ടുണ്ട്. നല്ല പാട്ടമ്മ പഠിക്കും. ആ പാട. റെഡി 1 2 3. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടു. എല്ലാരും കൂടി ചിരിപ്പീര. പഠിക്കോ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. അതിന്റെ ഇടയ്ക്ക് തലയാട്ടൽ. ഇത് ഡാൻസ് ആണ് കേട്ടോ. ഡാൻസ്. കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടയിലെ നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല് കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടയില് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. കഴിഞ്ഞോ? നിങ്ങൾ ഷർട്ടിടാണെന്ന് മാറിയിരുന്ന പാട്ട് ഞങ്ങൾ പകുതി വഴിക്ക് വെച്ച് നിർത്തിയതാട്ടോ. ഇനി തുടങ്ങുവാണ്. ഉണ്ണിക്കുട്ടന്റെ അച്ഛൻ പറഞ്ഞ എന്റെ പൊന്നു സൗമ്യയെ നീ ആ പാട്ടൊന്ന് നിർത്താൻ, അതുകൊണ്ട് നിർത്തിയതാണ്.
അന്നത്തെ ചന്തയിലെ കച്ചവടം പെണ്ണിന്റെ കൊട്ടല്ല മീനായി. അന്നത്തെ ചന്തയിലെ കച്ചവടം പെണ്ണിന്റെ കൊട്ടല്ല മീനായി. ചലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. കരിമീറ്റ മീനേ പെണ്ണിന്റെ കൊട്ടയില് നെയ്യുള്ള മിക്കണ മീനാണേ. എന്നാലും ഈ പാടാനുള്ള എന്റെ ഉണ്ണിക്കുട്ടന്റെ എന്റെ സോനുവിന്റെ കഴിവിന് എല്ലാരും കമന്റ് ഇടണം കേട്ടോ. ഇടണ്ടേ സോനു? അതെ, കമന്റ് ഇടുക. എന്നാലും ഉണ്ണിക്കുട്ടനെ സമ്മതിച്ചു, തളരാതെ അവൻ ഇത്ര നേരം പോരാടിയില്ലേ, അതിനെ സമ്മതിച്ചു. ചൂടെടുത്തിട്ട് പോയി കേട്ടോ. അതെ, മ്യൂസിക്കാ. കൊണ്ടഞ്ചറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും കൊണ്ടഞ്ചറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നന്നേ പോയി മീനും ചീഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും ചീഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടയില് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. പഠിക്കോ എന്റെ കൊച്ചിന് പാടാനുള്ള കഴിവിന്, എന്റെ കൊച്ചിന് പാടാനുള്ള കഴിവിനെ സമ്മതിച്ചു. അതെ, എന്തൊരു സൗണ്ട് ഇത്? പെണ്ണിന്റെ പാട്ടുകാര് രണ്ടുപേരും കൂടി ഒരു പാട്ട് പാടുന്നതായിരിക്കും. അതൂട്ടി അവിടെ ഉണ്ട് കേട്ടോ. അതൂട്ടി അവിടെ കിടന്ന് ചെറുതായി ഗുസ്തി കാണിക്കുന്നുണ്ട്. ഫുഡ് കൊടുക്കണം. ഇവന്മാര് പാടി നോർമൽ പിച്ചില് പഠിക്കോ. നോർമൽ പിച്ച് പഠിക്കോ. അമ്പിളി കലയ്ക്കുള്ളില് ചോര കൺമുയൽ. ഇല്ലേ, ബാക്കിയില്ലേ? മ്യൂസിക് ആയിരിക്കും. ഇന്ന് നീല തുരുത്തില് നീർപ്പഴപ്പെന്നിഴലിടും അമ്പിളി കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ. കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലതുമായി തന്നെ വലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയെന്നോ. കൊളുത്തുള്ളൊരാൾ ചെലത്തും വെറ്റില ചെല്ലത്തിലോ. ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റില ഇട്ടുകയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴിപ്പൂണ്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ വിധിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് മതി. അപ്പളേ എനിക്ക് കൊച്ചിന് ഫുഡ് കൊടുക്കാനൊക്കെ സമയമായി. വീഡിയോ എന്ത് ക്യാമറമാൻ എല്ലാ സാധനങ്ങളും എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. എന്റെ മൂന്ന് കണ്ടിട്ട് എനിക്ക് എന്താ പോലെ വണ്ണം വെച്ചിരിക്കുന്നത്. എല്ലാരും വാങ്ങാം. പ്രത്യേകിച്ച് അട്ടപ്പാടിയിൽ സോനൂസ് ഇലക്ട്രോണിക്സിൽ നിന്ന് വാങ്ങാൻ മറക്കരുത്. അതെ, സോനുവിന്റെ കടയാണ്. അപ്പൊ എല്ലാരും അതെ, അവിടെ വന്ന് വാങ്ങാൻ മറക്കരുത്. ഈ ഫോൺ എവിടെ പോയാലും കിട്ടത്തില്ല. ഇതെന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ, കാരണം ഇതെന്റെ ഫോണ്. അപ്പൊ സോനുവിന്റെ കട വന്ന് പ്രത്യേകിച്ച് വാങ്ങാൻ എല്ലാരും ഓർക്കുക. അപ്പൊ സോനുവിന്റെ കടേന്റെ ഒരു വീഡിയോ എടുക്കണം സോനു ഒരു ദിവസം. നമ്മൾ സിനിമാറ്റിക് ഷൂട്ട് വൃത്തിയാക്കുമ്പോ നമ്മൾ എടുക്കും. വളരെ മോശമാണ്. അത്ത കാണും ചെയ്യും ഇപ്പൊ കട ഉള്ള കാര്യം പറയാണ്. ഓരോ സാധനം കൊണ്ട് നിറഞ്ഞിട്ട് മോശമായി കിടക്കുകയാണ്. അത് നിങ്ങൾ കാണിക്കാൻ നമുക്ക് നാളെ ഞങ്ങക്ക് എക്സാം ആട്ടോ. ട്യൂഷനില് എക്സാമാ. ഇന്ന് നമ്മളെ നീഡ് ചെയ്തിരിക്കുന്നു. രാവിലെ പറയില്ലേ ലീഡ് ഞങ്ങൾ ഷാഹുൽ ഹമീദ്. കോൺടാക്ട് നമ്പർ 9747 ഇതിലാരും വിളിക്കാൻ പാടില്ല. അപ്പം സോനുവിന് കടയുണ്ട് കേട്ടോ. ഇലക്ട്രോണിക്സിന്റെ കടയുണ്ട്. തമാശ പറഞ്ഞതല്ല കേട്ടോ. അപ്പം നമ്മൾ തമാശ പറഞ്ഞതല്ല, കടയുണ്ട്. അപ്പം കടയിലെ മിക്സി, TV,
വാഷിംഗ് മെഷീൻ, അങ്ങനത്തെ ഫ്രിഡ്ജ്, ഇവിടെ മാത്രല്ല മണ്ണാർക്കാടിൽ ഇപ്പൊ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഒരു കാര്യമല്ല. ഇപ്പം അട്ടപ്പാടിക്ക് വന്നു കഴിഞ്ഞാൽ അട്ടപ്പാടിയിലാണ്. നിങ്ങൾക്ക് വരുന്ന വണ്ടിക്കൂലി മാത്രം മുടക്കിയാൽ ഇവിടെ വന്ന് ആ മാമന് മാത്രം പൈസ കൊടുത്താൽ മതി. നിങ്ങൾക്ക് ചെയ്യാം. നല്ല നല്ല അടിപൊളിയായിട്ട്, ഞാൻ അങ്ങനെ പൊക്കി പറയുന്നില്ല, മാമൻ ചെയ്യുന്ന നന്നായിട്ട് അടിപൊളിയായിട്ട് ചെയ്യും. നല്ല പ്രത്യേകിച്ച് ആത്മാർത്ഥത. പ്രത്യേകിച്ച് മറ്റേ ആംപ്ലിഫയറുകളാണ്. ആംപ്ലിഫയർ ഞാൻ പറയാം, സോനുവിന്റെ ഉപ്പ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പൊക്കല്ല, ഞാൻ എന്റെ ഒരു ഇതില് പറഞ്ഞു. അത് സത്യം കേട്ടോ, നന്നായിട്ട് അടിപൊളിയായിട്ട് ചെയ്യൂ കേട്ടോ. നമ്മൾ ഉള്ളതുപോലെ തന്നെ പറയണം. അവിടെ നല്ല നല്ല വണ്ടിയിലൊക്കെ വെക്കുന്ന കൂട്ട് നല്ല സ്പീക്കറുകളൊക്കെ അവിടെ കിട്ടും. പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലുപ്പത്തിലുള്ളതൊക്കെ വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ മാമൻ തന്നെ സെറ്റ് ചെയ്ത് നമുക്ക് തരും കേട്ടോ. അതൊക്കെ സത്യം തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടെല്ലാം ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വൈകുന്നേരത്തെ ചെറിയ വിശേഷമാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ പൊട്ടിക്കുക. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ. ആ കുട്ടി അവിടെ കിടപ്പുണ്ട് കേട്ടോ.